ഫോറക്സ് മാർക്കറ്റിൽ സ്റ്റോപ്പ് ലോസ് എന്താണെന്നും ടേക്ക് പ്രോഫിറ്റ് എന്താണെന്നും ഈസി ആയിട്ട് ഈ വീഡിയോയിൽ കൂടി നമുക്ക് നോക്കാം. നിങ്ങൾ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഒരു പരിധി ഈ സ്റ്റോപ്പ് ലോസ് നിശ്ചയിക്കുന്നു. അതിനടുത്തേക്ക് പ്രൈസ് പോയാൽ ഓട്ടോമാറ്റിക്കായി ട്രേഡ് ക്ലോസ് ആവും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ EURUSD ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാണ്. 0.01 ബൈ പ്ലേസ് ചെയ്യാണ്. ഓക്കെ, ഇത് നേരെ ചാർട്ടിലോട്ട് പോവാം. അപ്പോൾ ഞാൻ പ്ലേസ് ചെയ്തത് 1.08899 ഞാൻ ഇവിടെ നിന്ന് ഒരു 1.8829 സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. ട്രേഡിൽ പോവുക, പ്രസ് ചെയ്ത് പിടിക്കുക, മോഡിഫൈ പൊസിഷൻ എടുക്കുക, സ്റ്റോപ്പ് ലോസിൻ്റെ അവിടെ 129 നേരെ ചാർട്ടിലോട്ട് പോവാം. ഇവിടെ ഞാൻ ഇട്ട ട്രേഡിൽ നിന്ന് നേരെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചതിൻ്റെ അങ്ങോട്ടാണ് മാർക്കറ്റ് വരുന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചതിൻ്റെ പൊസിഷനിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രേഡ് ക്ലോസ് ആവും. ഇനി എന്താണ് ടേക്ക് പ്രോഫിറ്റ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എത്ര പ്രോഫിറ്റ് നിങ്ങൾക്ക് വേണമെന്ന് ഒരു പരിധി നിശ്ചയിക്കുക. അപ്പോൾ അതിനടുത്തേക്ക് മാർക്കറ്റ് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രേഡ് ക്ലോസ് ആവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ EURUSD ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. 0.02 ഞാനൊരു ബൈ പ്ലേസ് ചെയ്യുന്നുണ്ട്. നേരെ ചാർട്ടിലോട്ട് പോവുക. ഞാനിപ്പോൾ ട്രേഡ് പ്ലേസ് ചെയ്ത സ്ഥലത്തുനിന്ന് ഒരു 0.982 ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. പ്രസ് ചെയ്യുക, മോഡിഫൈ പൊസിഷൻ കൊടുക്കുക. ഇനി നേരെ നിങ്ങൾ ചാർട്ടിലോട്ട് പോവുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ചാർട്ടിൽ ഞാൻ എവിടെയാണ് ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്തതെന്ന്. ഇനി അതിൻ്റെ അടുത്തോട്ടേക്ക് മാർക്കറ്റ് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് ക്ലോസ് ആവുന്നത്. സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ് വെച്ച് ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്താണെന്ന് നോക്കാം. 1. റിസ്ക് മാനേജ്മെൻറ്റ്, അതായത് നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ കൺട്രോൾ ചെയ്യുന്നു. 2. ഓട്ടോമേഷൻ, അതായത് ടേക്ക് പ്രോഫിറ്റ്, സ്റ്റോപ്പ് ലോസ് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും മാർക്കറ്റ് നിരീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ട്രേഡിംഗ് റിലേറ്റഡായ കാര്യങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യുക.